മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ ഇന്ന് ഇന്ത്യയിലെത്തിക്കും. ഡൽഹിയിലെയോ മുംബൈയിലെയോ ജയിലിലാണ് റാണയെ പ്രവേശിപ്പിക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ. NIA സംഘമാണ് തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യയിൽ എത്തിക്കുന്നത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണനൊപ്പം ചേരുന്നു. ഗൗതം, വർഷങ്ങളുടെ കാത്തിരിപ്പ് ഒടുവിൽ തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിക്കുന്നു. എന്താണ് വിവരങ്ങൾ? കൃഷ്ണരാജ്, ഇന്ന് തന്നെ തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് എത്തിക്കുകയാണ്. ഇതിൽ ഏത് സ്ഥലത്താണ് എത്തിക്കുക എന്നതിൽ മാത്രമാണ് ഇനിയൊരു വ്യക്തത ലഭിക്കേണ്ടത്. ഒന്നെങ്കിൽ മുംബൈയിൽ, അതല്ലെങ്കിൽ ഡൽഹിയിൽ ഇയാളെ എത്തിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. തഹാവൂർ റാണയെ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ ഊർജിതമായി നടക്കുന്നുണ്ടായിരുന്നു. NIA ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ സക്രിയമായി നടത്തി വരികയായിരുന്നു. അടുത്തിടെ അമേരിക്കയിൽ വന്നിട്ടുള്ള ഭരണമാറ്റം, പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം US-ൽ അധികാരത്തിലേറിയത് തഹാവൂർ റാണയെ ഇന്ത്യക്ക് വിട്ടുകിട്ടുവാനുള്ള കാര്യങ്ങൾ എളുപ്പത്തിലാക്കിയെന്ന് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ US-ലെ അടുത്ത കാലത്തെ കോടതി വിധികളും അതോടൊപ്പം തന്നെ നയതന്ത്ര തലത്തിൽ ഇയാളെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളും എല്ലാ അർത്ഥത്തിലും വിജയം കാണുകയാണ്. തഹാവൂർ റാണ അടുത്തിടെ US സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. താൻ ഒരു പാകിസ്ഥാനിൽ ജനിച്ചു വളർന്ന മുസ്ലിമാണെന്നും അതിനാൽ തനിക്ക് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി വലിയ പ്രതിസന്ധികൾ ജയിലിൽ ഉൾപ്പെടെ ഉണ്ടാകും, നീതി ലഭിക്കില്ല തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് US സുപ്രീം കോടതിയിൽ അടുത്തിടെ തഹാവൂർ റാണ ഒരു ഹർജി നൽകിയത്. എന്നാൽ ഈ ഹർജി കൂടി US സുപ്രീം കോടതിയും തള്ളിയ പശ്ചാത്തലത്തിലാണ് ഇയാളെ ഇന്ത്യക്ക് വിട്ടയക്കാൻ ട്രംപ് ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നയതന്ത്ര നേട്ടം തന്നെയാണിത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് 2008-ലെ മുംബൈ ഭീകരാക്രമണം, ഏതാണ്ട് 200-ന് മുകളിൽ ആളുകൾ മരണപ്പെട്ട ലഷ്കർ-ഇ-തോയ്ബ എന്ന പാകിസ്ഥാൻ കേന്ദ്രീകൃത ഭീകര സംഘടന ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഭീകരാക്രമണമാണ്. അടുത്ത കാലത്തൊന്നും രാജ്യം ഇത്ര വലിയൊരു ഭീകരാക്രമണത്തിന് സാക്ഷിയായിരുന്നില്ല. ആ ഭീകരാക്രമണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരനാണ് തഹാവൂർ റാണ. ഇയാൾ പാകിസ്ഥാനിലാണ് ജനിച്ചതെങ്കിലും പിന്നീട് വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് US കേന്ദ്രീകരിച്ച് ഇസ്ലാമിക ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തി വരികയായിരുന്നു. ഇയാളെ ഇന്ത്യയിലേക്ക് വിട്ടുകിട്ടുന്നതോടുകൂടി ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇന്ത്യക്ക് ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമാകുന്നത്. കൃഷ്ണരാജ്, ഗൗതം പറഞ്ഞ ഇതൊരു വലിയ നയതന്ത്ര വിജയത്തിൻ്റെ കൂടി ഭാഗമാണ്. ആ പശ്ചാത്തലം, ആ ചരിത്രം വിജയത്തിൻ്റെ കൂടി ഭാഗമാണ്. കൃഷ്ണരാജ്, 2008-ലെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം 2011-ലാണ് ഇയാൾ പിടിയിലാകുന്നത്. ഈ ആക്രമണത്തെപ്പറ്റി അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ, ഈ ആക്രമണത്തിന് ശേഷമാണ് ദേശീയ അന്വേഷണ ഏജൻസി എന്ന ഒരു ടീം പോലും നമ്മൾ രൂപീകരിക്കുന്നത്. ഭീകരാക്രമണ കേസുകൾ അന്വേഷിക്കുന്നതിന് വേണ്ടി NIA രൂപീകരിക്കുന്നത് തന്നെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷമാണ്. അത് കഴിഞ്ഞ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ കേന്ദ്ര ഏജൻസികൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, ഇത് രാജ്യത്തിന് പുറത്തു നിന്നുള്ള ശക്തികൾ വലിയ ഗൂഢാലോചന നടത്തി ആക്രമിച്ചതാണ് ഈ നവംബർ 26-ലെ ടെറർ അറ്റാക്ക് എന്നുള്ളതായിരുന്നു. പാകിസ്ഥാൻ ഭീകര സംഘടനയായിട്ടുള്ള ലഷ്കർ-ഇ-തോയ്ബയും ഹാഫിസ് സയ്യിദുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗൂഢാലോചനയുടെ പങ്കാളികളായത് എങ്കിൽ പോലും അതിനും അപ്പുറത്തേക്ക് വേറെ ആളുകൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നത് സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങളെത്തി. ആ അന്വേഷണം ചെന്നെത്തിയത് ഡേവിഡ് ഹെഡ്ലിയിലേക്കും അതോടൊപ്പം തന്നെ തഹാവൂർ റാണയിലേക്കുമൊക്കെയാണ്. അങ്ങനെ തഹാവൂർ റാണയെ ഈ കേസിൽ പ്രതി ചേർക്കപ്പെടുകയും ഈ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ പ്രധാനപ്പെട്ട സൂത്രധാരൻ റാണയാണ് എന്ന് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തുകയും ചെയ്തിട്ടും, പക്ഷേ വളരെ ദൗർഭാഗ്യവശാൽ അന്ന് നമുക്കറിയാം രാജ്യത്ത് അധികാരത്തിലിരുന്നത് മൻമോഹൻ സിംഗിൻ്റെ സർക്കാരാണ്. മൻമോഹൻ സിംഗ് സർക്കാരിനെ സംബന്ധിച്ച് ഈ മുംബൈ ഭീകരാക്രമണത്തിന് ഒരു ശക്തമായ തിരിച്ചടി പാകിസ്ഥാൻ നൽകാൻ പോലും കെൽപ്പില്ലാത്ത ഒരു സർക്കാരായിരുന്നു. അന്ന് സൈന്യം തന്നെ പലതവണ പാകിസ്ഥാനിൽ തിരിച്ചടിക്കാം എന്ന എല്ലാ സജ്ജീകരണങ്ങളും ചെയ്ത് നമ്മുടെ പോർവിമാനങ്ങൾ ഉൾപ്പെടെ പാകിസ്ഥാനിലേക്ക് പോകുന്നതിനായി തയ്യാറെടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ പോലും മൻമോഹൻ സിംഗും അന്നത്തെ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്ന സോണിയാഗാന്ധിയും അതിന് അനുമതി നൽകിയിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം കേസിൻ്റെ കാര്യങ്ങളിലും അങ്ങനെയായിരുന്നു. ഒരു മെല്ലെപ്പോക്ക് നയം കോൺഗ്രസിനും UPAയ്ക്കും ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനാൽ തന്നെ തഹാവൂർ റാണയാണെങ്കിലും ഹെഡ്ലി ആണെങ്കിലും അവരെല്ലാം സ്വൈരി വിഹാരം നടത്തി. പക്ഷേ 2014 ശേഷം കാര്യങ്ങൾ മാറി. ഈ തഹാവൂർ റാണയെ തിരിച്ചെത്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ അന്ന് മുതൽ മോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ
വളരെ ഊർജിതമായി തന്നെ നടക്കുകയായിരുന്നു. ദേശീയ അന്വേഷണ ഏജൻസി ഇതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ആ ശ്രമമാണ്, ആ നയതന്ത്ര ശ്രമങ്ങളാണ് ഇപ്പോൾ വിജയം കാണുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ ഈ കൊടും ഭീകരനെ ഇന്ത്യയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണരാജ്. യെസ്, മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ ഇന്ന് ഇന്ത്യയിലെത്തിക്കും. ഡൽഹിയിലോ മുംബൈയിലോ ജയിലിൽ പ്രവേശിപ്പിക്കും എന്നാണ് വിവരം. NIA സംഘമാണ് എത്തിക്കുക. NIA സംഘം കസ്റ്റഡിയിലെടുക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.